ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഈ ഒരു വൺ ഡേ ട്രിപ്പ് പോയതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ ഏകദേശം 9 മണിയോട് യാത്ര തിരിച്ചു. റോഡിൻ്റെ സൈഡിലൊക്കെ ബൽദിയുടെ അഥവാ മുനിസിപ്പാലിറ്റിൻ്റെ ജോലിക്കാരെ നമുക്ക് കാണാൻ പറ്റും. അവർ പുല്ല് കട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഒക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ യാത്ര ഇന്ന് ഷാർജയിലെ സിറ്റിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സുപ്രധാനമായ മേഖലകളാണ്. നിങ്ങൾ പലരും പോയ ഭാഗങ്ങളായിരിക്കും. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. കാണാത്തവർക്കൊരു പുതിയ കാഴ്ചയാവാം. നമ്മളിപ്പോൾ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ, അപ്പുറത്താണുന്ന ബിൽഡിങ്ങുകളൊക്കെ ദുബായിലുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാർജ റിംഗ് റോഡിലാണ്. ഇതിൻ്റെ ഒരു വശം ദുബൈയും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വശം ഷാർജയുമാണ്. അവിടെ ദൂരത്ത് നമുക്ക് കാണുന്ന ഒരു മണൽ കൂമ്പാരം അല്ലെങ്കിൽ ഒരു കുന്നുപോലെ കാണുന്ന പ്രദേശം കുസൈസിലെ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന സ്ഥലമാണ്. ദുബായിലെ സിറ്റിയിലെയൊക്കെ വേസ്റ്റുകൾ ഇവിടെയാണ് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യുകയും സെപ്പറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇതുപോലെ പലയിടങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദുബായ് ഷാർജ ഭാഗത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഷാർജയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലൂടെ വരുമ്പോൾ നമുക്ക് വലതുവശത്ത് കാണുന്നതാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സെൻറ്റർ. ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് അൽ ഖസ്ബയാണ്. അൽ ഖസ്ബ എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പല പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ട്രിപ്പിൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫുകളൊക്കെ ഒന്നിച്ച് ഒരു ബസ്സിലാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഏകദേശം രാവിലെ 8 മണി തുടങ്ങി വൈകുന്നേരം 5 മണി വരെ 6 മണി വരെയുള്ള ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഞങ്ങളുടെ ബസ്സിലുള്ളവരൊക്കെ സംസാരത്തിലാണ്. ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന ആ ബിൽഡിങ്ങുകളൊക്കെ മെജോറിറ്റിയും ദുബായ് ഭാഗത്തുള്ള ബിൽഡിങ്ങുകളാണ്. ഇലക്ട്രിക് ലൈനുകൾ കാണാം. അതുപോലെ തന്നെ ദേവയുടെ ഓഫീസ് കാണാം. ദൂരെ സഹാറ സെൻറ്റർ, അതുപോലെ തന്നെയുള്ള ദുബായിയുടെ ഭാഗത്തുള്ള അൽ നഹദ ഭാഗത്തുള്ള ഒക്കെ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. മനോഹരമായ ഒരു മസ്ജിദാണ്, പള്ളിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഷാർജയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദുബൈനെ അല്ലെങ്കിൽ മറ്റ് എമിറേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പള്ളികൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 വശത്തും ഓരോ പള്ളികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഒരു പള്ളി നമ്മൾ കണ്ടു. ഇനി ഇവിടെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഒരു പള്ളിയുണ്ട്. അതായത് ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. ഇവിടെ നമുക്ക് മറ്റൊരു പള്ളി കാണാൻ പറ്റും. അങ്ങനെ ആ ബ്രിഡ്ജിൻ്റെ 4 വശത്തും പള്ളികളുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് അധികം ദൂരമൊന്നുമില്ല ഈ അൽ ഖസ്ബയിലേക്ക്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ്. രാത്രിയിലാണ് അൽ ഖസ്ബയിലെ കാഴ്ചകൾ മനോഹരമാകുന്നത്. പക്ഷേ നമ്മുടെ യാത്ര തുടങ്ങുന്നത് രാവിലെ ആയതുകൊണ്ട് ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഷാർജയിലെ അൽഗാൻ എന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഷാർജയിലെ അൽഗാൻ, അതുപോലെ ദാർ അൽ ഖലീജ് എന്ന് പറയുന്ന ഒരു പ്രിൻറ്റിങ് പ്രസ്സാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പഴയ ഒരു പ്രിൻറ്റിങ് പ്രസ്സാണത്. നമ്മുടെ യാത്ര ഏകദേശം അൽ ഖസ്ബയിലേക്ക് അടുത്തിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അൽ ഖസ്ബയിലെ വിശേഷങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.